ഓണക്കാലം കഴിയുകയാണ്. സകല ആഘോഷങ്ങളും അവസാനിക്കുന്നു. അടുത്ത ഓണത്തിനായുള്ള കാത്തിരിപ്പാണിനി. BJPയുടെ ഭാഗത്തു നിന്നായിരുന്നു ഈ ഓണക്കാലത്ത് ഒരു വമ്പൻ നീക്കം. മഹാബലിയെ വീണ്ടും ചവിട്ടിത്താഴ്ത്തി ഓണം വാമനൻ്റേതാക്കി മാറ്റാനുള്ള പദ്ധതി. ശശികല മുതൽ അമിത്ഷാ വരെ വാമന ജയന്തിയിലാണ് വിശ്വസിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചു. വെറുമൊരു അസുരനായ മഹാബലിയെ എന്തിനാണ് ആരാധിക്കുന്നത്? എന്തായാലും ഉഴവൂർ വിജയന് അത് തീരെ പിടിച്ചിട്ടില്ല. ഓണം എന്ന് പറഞ്ഞാൽ മഹാബലി തന്നെയാണ്. അതുകൊണ്ട് മഹാബലിക്കിട്ട് വേല വെക്കാൻ വേറെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അത് അമിത്ഷാ അല്ല. അമിത്ഷാ ഒന്നും അത് പറയരുത്. അദ്ദേഹത്തിന് അതിനെ ഒരു മഹാബലിയുടെ വേഷം കെട്ടിക്കാൻ പറ്റുന്ന ആളാണ്. അദ്ദേഹം ഈ സമയത്ത് വേറെ വാമനന്റെ കൂടെ ചവിട്ടിത്താത്തിയവരുടെ കൂടെ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കാന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞല്ലോ, അവരുടെ പദ്ധതി ബ്രാഹ്മണ ദൈവങ്ങളെ മാത്രം വാഴ്ത്തിപ്പാടുക എന്നതാണെന്ന്. മഹാബലി പതിതരുടെ ആളങ്ങളിലേക്ക് ഇടം ചോദിച്ചു പോയ ആളല്ലേ, അടിച്ചമർത്തപ്പെട്ടവന്റെ ആ ഇടം. അതുകൊണ്ട് അമിത്ഷായെ വിടാം. NCPയുടെ പിന്തുണ ആർക്കാണ്? വാമനനോ മഹാബലിക്കോ? NCPയുടെ പൂർണ്ണ പിന്തുണ മഹാബലിക്ക് തന്നെയാണ്. അതിവിടെ വ്യക്തമായി പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. മഹാബലി നാട് വാണിടുന്ന കാലത്തേക്ക് ഈ കാലം എത്തിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. വളരെ സന്തോഷമായിട്ട് വയസ്സൊക്കെ കുടിച്ച് വളരെ നല്ല സദ്യയൊക്കെ കഴിച്ച് നമ്മളിന്ന് നല്ല ഉഷാറായിരിക്കുകയാണ്. സദ്യയൊക്കെ ഉണ്ട്, ഏമ്പക്കം വിട്ട് സ്ഥലം വിടാമെന്ന് കരുതണ്ട. കാരണം പഴയ NCP അല്ല, ഒരു മന്ത്രിയൊക്കെയുള്ള പാർട്ടിയാണ്. KSRTC ശശീന്ദ്രൻ ഭരിക്കുകയുമാണ്. തച്ചങ്കരിയുടെ ലഡു വിതരണവും കസേര തെറിക്കലും തുടങ്ങി വകുപ്പിങ്ങനെ എപ്പോഴും വിവാദങ്ങളിലുമാണ്. എങ്ങനെയുണ്ട് KSRTC ഭരണം? KSRTC നല്ല സ്കാനിയ ബസ് നല്ല സ്പീഡിൽ പോകുന്നു. സൂപ്പർ ഫാസ്റ്റിന്റെ പേര് കേൾക്കുമ്പോഴേ അറിയാതെ അതിൻ്റെതായ നിലയിൽ പോകുന്നു. ഒരു വിഷയവുമില്ല. അതിൽ NCPക്കാർ കൈ കാണിച്ചാലേ നിർത്തുമൊന്നുമില്ല. NCPക്കാർ അതിൽ കയറി ബെല്ലടിക്കാനും തയ്യാറാകുകയില്ല. അത് ഞങ്ങളുടെ മന്ത്രി നല്ല മന്ത്രിയാണ്. പക്വതയോടും പാകതയോടും കൂടി കാര്യങ്ങൾ നിലപാട് കാര്യം പല വിവാദങ്ങളും അത് സംബന്ധിച്ചുണ്ടായി. ലഡു കഴിക്കണോ കഴിക്കണ്ടായോ എന്നൊക്കെയുള്ള ലഡുവിനോട് ഒരു വിരോധമില്ല. എനിക്കിച്ചിരി വിരോധമുണ്ട്, ഷുഗർ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ലഡുവിനൊരു നല്ല പ്രചരണം ലഡുവിൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിടത്തോളം പ്രചരണം കിട്ടിയിട്ടില്ല. എങ്ങനെയൊക്കെ ഓടിച്ചാലും KSRTC അല്ലേ, പേരെടുക്കാൻ നല്ല പാടാണ് ശശീന്ദ്രനും പാർട്ടിക്കും. തൽക്കാലം അത്തരം വകുപ്പുകളെക്കുറിച്ചൊന്നും ആരും ചോദിക്കില്ല എന്ന് ആശ്വസിക്കാം. സൗമ്യ കേസിന്റെ വിധിക്ക് പിന്നാലെ ജിഷ കേസും കോടതി നടപടികളിലേക്ക് കടക്കുകയാണല്ലോ. പഴുതുകൾ ഇട്ടാണോ പഴുതുകൾ അടച്ചാണോ ചർച്ച എന്നെല്ലാം ചോദ്യങ്ങൾ വരും. എല്ലാത്തിനും ബാലം മന്ത്രിക്ക് ശക്തി കൊടുക്കണേ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. സമസ്താപരാധത്തിനും മാപ്പ് ചോദിച്ച് ഡോക്ടർ MK മുനീർ. വിളക്ക് വച്ചതും ശിവസേനയുടെ പരിപാടിക്ക് പോയതും തെറ്റ്. നമ്മുടെ തെറ്റുകളെല്ലാം പുറത്ത് മാപ്പാക്കി തന്ന മാപ്പേ ആരന്റെ കാലത്ത് വാതക്ക് വന്ന് മാപ്പ് ചോദിക്കുന്നത്? ഇത് കേരള മാപ്പ്, ഇത് വേൾഡ് മാപ്പ്, ഇത് കണ്ടു, ഇത് അമേരിക്കൻ മാപ്പ്. ഭാവിയിൽ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അഡ്വാൻസായി സമസ്തയോട് മാപ്പ് ചോദിക്കുമെന്നും മുനീർ. രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെ തപ്പി നടൻ ശ്രീനിവാസൻ ഇറങ്ങുന്നു. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ നേതാക്കളുടെ മക്കൾ എവിടെയെന്ന് ചോദ്യം. അണികളുടെ വീടുകളിൽ മാത്രമേ അനാഥരും വിധവകളും ഉള്ളൂ, നേതാക്കന്മാരുടെ വീടുകളിൽ ഇല്ല. നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഞാൻ മരിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നത് പോലെയുള്ള മണ്ടത്തരം വേറെയില്ല. ഞാനില്ലാത്ത രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാൻ? എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. ഒരു ധൈര്യം എനിക്കില്ല. ഞാൻ നേരത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് എൻ്റെ ധൈര്യം. ശ്രീനാരായണ ഗുരുദർശനങ്ങളുമായി പിണറായി വിജയന്റെ ആധ്യാത്മിക ക്ലാസ്. ഗുരുവിന്റെ യഥാർത്ഥ ശിഷ്യർ CPIMകാരെന്ന് മുഖ്യമന്ത്രി. അവയവങ്ങൾക്ക് വരെ നികുതി, അങ്ങനെയായിരുന്നു ഒരു പഴയ കാലം. പണ്ട് താഴ്ന്ന ജാതിക്കാരായ പെണ്ണുങ്ങളെ മാറി മറിച്ച കരം കൊടുക്കണം. മുലക്കരം സർക്കാരിന്. മുലക്കരം, തലക്കരം. കൊണ്ടുപോകില്ലടാ മുലക്കരം. ഇനിയും നിനക്ക് വേണോന്ന്? ഗുരുദർശനങ്ങളെക്കുറിച്ച് സഖാക്കളെക്കാൾ ബോധ്യം കോൺഗ്രസുകാർക്കെന്ന് VM സുധീരൻ. ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യ
മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നു മരുളുവാൻ. അടുത്ത ഓണത്തിന് അമിത്ഷായെ മാവേലി വേഷം കെട്ടിച്ച് രംഗത്തിറക്കുമെന്ന് ഉഴവൂർ വിജയൻ. NCP ഔദ്യോഗിക മാവേലി പക്ഷത്ത് നിലയുറപ്പിച്ചതായും പ്രഖ്യാപനം. മഹാബലിക്കത്ത് വേല വെക്കാൻ വേറെ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അത് അമിത്ഷാ അല്ല. അമിത്ഷാ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മഹാബലിയുടെ വേഷം കെട്ടിക്കാൻ പറ്റുന്ന ആളാണ്. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.